ഇച്ചായ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോടി. പിന്നെ ഇവിടുന്ന് മൃഗാശുപത്രിയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ ഉണ്ടല്ലേ? 2 കിലോമീറ്റർ അല്ല, 2 കിലോമീറ്ററേ ഉള്ളൂ. 2 കിലോമീറ്റർ എന്ന് പറയുമ്പം 1 കിലോമീറ്ററിന് എത്ര രൂപ വരും പെട്രോള് വണ്ടിയില്? പെട്രോളിന്റെ കണക്കൊക്കെ എടുക്കുന്നത് എന്തിനാടി? ചുമ്മാ രസത്തിന് അറിയാൻ വേണ്ടിട്ട് നമുക്ക് എത്ര രൂപ ചെലവ് വരുമെന്ന് അറിയാലോ. അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നില്ലല്ലോ. പറ ഒന്ന് കേക്കട്ടെ. കിലോമീറ്ററിന് 7 രൂപ. 1 കിലോമീറ്ററിന് 7 രൂപ. അപ്പൊ 2 കിലോമീറ്ററിന് 14 രൂപ. കറക്റ്റ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 4 കിലോമീറ്റർ. അപ്പൊ 14 × 14. 14 × 2 അല്ലെങ്കിൽ 14 + 14. 14 + 14 എന്ന് പറയുമ്പോ 28 രൂപ വരും ഒരു ദിവസം. അയ്യോ, അപ്പൊ 28 × 25 ദിവസമല്ലേ ഇച്ചായ പോകുന്നത്? അപ്പൊ 25 × 28 എത്ര രൂപ വരും? അത് കണക്ക് കൂട്ടാൻ അറിയില്ലേ? 700. 700 രൂപയാ? 700 രൂപയാവോ ഒരു മാസം? അത് മാത്രമല്ല, ടയറിന്റെ തേയ്മാനം, സർവീസ്, മെയിൻ്റനൻസ് എല്ലാം കൂടെ 1 കിലോമീറ്ററിന് 12 രൂപയാവും. 12 രൂപയാ? അപ്പൊ ടോട്ടല് ഒരു മാസം ഒരു 1200 രൂപ. അയ്യോ, ഇത് ഭയങ്കര ചെലവായി പോയല്ലോ ചായ. ഭയങ്കര ചെലവാ. ഒരു കാര്യം ചെയ്യാം, നടന്നു പോവാം. നടന്നൊന്നും പോണ്ട, അത് ശരിയാത്ത. പിന്നെ അങ്ങനെ പോണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ജോലി രാജിവെക്കാം. വീട്ടിൽ ഇരുന്ന ഒരു ചെലവും ഉണ്ടാവില്ല. പോ അവിടുന്ന്. അതല്ല ഇച്ചായ ഞാൻ പറഞ്ഞ, ഈ ദൂരെ കൂടുതലിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ എന്റെ മക്കൾ എന്താണ് പറഞ്ഞത്? അല്ല, നമുക്ക് ഈ മൃഗാശുപത്രിയുടെ അടുത്തൊരു വീടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള അധിക ചെലവുകളൊക്കെ ഒഴിവാക്കായിരുന്നു എന്നായിരുന്നു. ഇപ്പോഴല്ലേ സബ്ജക്റ്റിലോട്ട് വന്നത്? ഇപ്പൊ പെട്രോളിന്റെ ചെലവൊന്നുമല്ല, വീടാണ് കൊച്ചിന് പ്രശ്നം. അയ്യോ, ദൂരം മാത്രമല്ല ഇച്ചായ പ്രശ്നം. എനിക്ക് എന്തോ ഇല്ല ഇച്ചായ, ഈ വീടുമായിട്ടേ അങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. ആകെപ്പാടെ എന്തോ ഒരു അസ്വസ്ഥത. ആണോ? എന്റെ മക്കൾക്ക് ഈ വീടുമായിട്ടല്ല പൊരുത്തപ്പെടാൻ പറ്റാത്തത്, അപ്പുറത്തെ ഉണ്ണിയാർച്ചയായിട്ടാ. അതിനുള്ള മരുന്ന് എന്റെ കയ്യിലില്ല. ഇത് നല്ല കളി. ഇത് എന്തോ ഇച്ചായ, ഞാനൊരു കാര്യം പറയുമ്പോഴത്തേക്ക് ഇച്ചായൻ ഇങ്ങനെ പുച്ഛിച്ച് തള്ളുന്നത്? പുച്ഛിക്കാതെ എങ്ങനെ ഇരിക്കും? സത്യത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇച്ചായൻ മാത്രമല്ലല്ലോ ഇവിടെ താമസിക്കുന്നത്, ഞാനും കൂടെ അല്ലേ താമസിക്കുന്നത്. കൂടുതൽ സമയം ഞാനാണ് ഇവിടെ. ഇച്ചായൻ രാവിലെ പോയാൽ വൈകിട്ടാ കയറി വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്റെ ഇഷ്ടം നോക്കിയിട്ടാണ് ഒരു വീട് എടുക്കേണ്ടത്. ഈ വീട് എടുക്കുന്നതിന് 2-3 മാനദണ്ഡങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് വീടിന് സൗകര്യം ഉണ്ടായിരിക്കണം. ഈ വീടിന് സൗകര്യമുണ്ട്. പിന്നെ വാടക കുറവായിരിക്കണം. ഈ വീടിന് വാടക കുറവാണ്. പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ എളുപ്പമായിരിക്കണം. ഇത് ഹോസ്പിറ്റലിൽ പോകാൻ എളുപ്പമാണ്. വെറും 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നിന്റെ പ്രശ്നം ഇതൊന്നും അല്ല, നിന്റെ പ്രശ്നം ഉണ്ണിയാർച്ചയാണ്. നീ അതിന് ഒരൊറ്റ പരിഹാരം ചെയ്താൽ മതി. അങ്ങോട്ട് പോകാതിരുന്നാ പോരെ? അങ്ങോട്ട് പോയില്ല എന്താ? അവര് 24 മണിക്കൂർ ആ മതിൽ തൂങ്ങിക്കിടത്തിട്ട് അലീസേ അലീസേ എന്നുള്ള ഈ വിളിയല്ലേ? അലീസേ അലീസേ എന്ന് വിളിക്കുമ്പോ നീ അങ്ങോട്ട് പോകണ്ട. ഓ എന്റെ ഈശോയെ, ഇവളെ കാണാതെ ഇച്ചാൻ ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റൂലല്ലേ? അതുകൊണ്ടല്ലേ വീട് മാറണ്ടെന്ന് പറയുന്നത്. നോക്കൂ ഇച്ചായ, സത്യമായിട്ട് ഒരു ദിവസം ഞാൻ എന്തെങ്കിലും കടുങ്കൈ കാണിക്കും. എണീറ്റ് പോവാൻ പോവാ. അലീസേ, ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതൊക്കെ സ്വാഭാവികം. പക്ഷെ ഇപ്പൊ നീ കാണിക്കുന്നത് ശുദ്ധ വിവരക്കേടാണ്. ഇതിലെന്താ വിവരക്കേട്? എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമല്ല, അതിലെന്താ ഇത്ര വിവരക്കേട്? നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും നടക്കില്ല എന്ന് മനസ്സിലാക്കാത്തതാണ് നിന്റെ വിവരക്കേട്. ഈ ഇഷ്ടം നടക്കാൻ എന്താ ഇത്ര പാട്? ഈ നാട്ടില് വീട് വാടക കൊടുക്കാൻ ഒരു 100 വീടെങ്കിലും ഉണ്ടാവും. അതിൽ നിന്ന് ഒരെണ്ണം കണ്ടുപിടിക്കണം. അതിനെന്താ ഇത്ര ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത്തെ ബുദ്ധിമുട്ട്, ഈ നാട്ടിൽ 100 കണക്കിന് വീടില്ല. ഇങ്ങോട്ടിറങ്ങി വിടാ. ശേഖരൻ സാറിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം സദാശിവൻ ചേട്ടൻ വീട് അന്വേഷിച്ചു, എന്നിട്ട് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. 2, നമ്മുടെ കൊക്കിനൊതുങ്ങുന്ന വീട് വേണം നമ്മൾ നോക്കാനായിട്ട്. വലിയ വീടെടുത്ത് ശമ്പളം മുഴുവൻ നമുക്ക് വാടകയ്ക്കായിട്ട് കൊടുക്കാൻ പറ്റില്ല. 3ാമത്തെ കാര്യം, നമ്മള് 1 വർഷത്തേക്ക് എഗ്രിമെന്റ് ചെയ്ത് അഡ്വാൻസ് കൊടുത്താണ് വീടെടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ മാറി പോവുകയാണെങ്കിൽ നമ്മുടെ അഡ്വാൻസിൽ നിന്ന് കാശ് പിടിക്കും. അത് നമുക്ക് നഷ്ടമാണ്. ആണല്ലോ, ആ പൈസ ഞാൻ ഇച്ചാൻ അങ്ങ് തന്നേക്കാം. നഷ്ടം തീർന്നല്ലോ. നിന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ടെന്നറിയാം, പക്ഷെ അത് ഇതിനുപയോഗിക്കണം. ഹിച്ചായ, നേരത്തെ വരെ ഇതെനിക്കൊരു ആഗ്രഹം മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോ ഈ നിമിഷം തൊട്ട് ഇതെന്റെ ഒരു വാശിയും കൂടാ. ഇച്ചായൻ ഈ വീട് വിട്ടു പോകാൻ ഇത്രയും പ്രയാസമാണെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു കാര്യം ഉണ്ട്. ഇത്രയും നാള് എനിക്ക് വെറും ഒരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ ഉറപ്പിച്ചു, ഇച്ചായൻ അങ്ങനെ ഉണ്ണിയാർച്ചനെ കണ്ട് സന്തോഷിക്കട്ടെ. ചെല്ലു പോ. ഞാൻ പോകുന്നില്ല, നീ പോ.
എന്താണ് ചെയ്യാൻ വന്നേ? ഇച്ചായൻ വിചാരിച്ചാലല്ലേ കാര്യം നടക്കാത്തത്. ഞാൻ വിചാരിച്ചാൽ നടക്കുമെന്നൊന്ന് നോക്കട്ടെ. എങ്ങനെ? ഞാൻ പവിത്രനെ വിളിക്കാൻ പോവാ. പവിത്രൻ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. നീ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. നീ വിളിച്ച് പറയും പവിത്രം വിചാരിക്കും സത്യമാണെന്ന്. പവിത്രം നാളെ തൊട്ട് വീട് അന്വേഷിച്ചിറങ്ങും. അന്വേഷിക്കട്ടെ എന്നേ ഞാനാ പറയുന്നത് വേണ്ടെന്ന്. ഇച്ചായ വെറുതെ വരട്ടല്ലേ. ഈ ആലീസ് ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട അത് പുറപ്പെട്ടു തന്നെ. ഹലോ ആലീസേ. പവിത്ര എവിടാ? ഞാൻ വീട്ടില്. അതെ പവിത്ര, ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചത്. അത് പവിത്ര ശ്രദ്ധിച്ച് കേൾക്കണം. പറ. ഇതിന്റെ ഇടയിൽ എടങ്കോലിടാൻ ഡോക്ടർ ജോർജ് കുട്ടി വരും. പക്ഷെ പവിത്രൻ മൈൻഡ് ചെയ്യരുത്. അല്ല എന്നെ കാര്യം എന്നാ വെച്ചാ പറ. പവിത്ര, ഞങ്ങളെ ഈ വീട് മാറാൻ അങ്ങ് തീരുമാനിച്ചു. ഞാൻ തീരുമാനിച്ചിട്ടില്ല. വെറുതെ തീരുമാനിച്ചു. വീട് മാറാനോ? പവിത്രൻ ഒരു വീട് നോക്കിത്താ. അത് ഈ മൃഗാശുപത്രിയുടെ അടുത്താണെങ്കിൽ വളരെ സന്തോഷം. പെട്ടെന്ന് വേണം. അല്ല ഇപ്പോഴത്തെ വീട് തന്നെ പ്രശ്നം. പവിത്ര, ഈ വീട് അത്ര സൗകര്യമായിട്ട് എനിക്ക് തോന്നണില്ല പവിത്ര. അപ്പൊ പവിത്രന്റെ കാര്യം മനസ്സിലായല്ലോ. എന്തായാലും പെട്ടെന്ന് വേണം. അതെ, ഞാൻ അങ്ങോട്ട് വരാം. ഇതൊക്കെ നേരിട്ട് കണ്ട് സംസാരിക്കാവുന്ന കാര്യമല്ലേ ഇത്. ശരി. പിന്നെ സുമിത്ര അവിടെ ഉണ്ടോ? അവള് അടുത്തിരിപ്പുണ്ട്. ആണോ? നീ ഒന്ന് കൊടുത്തേ. ഹലോ ആലീസ് ചേച്ചി. സുമിത്രേ, ഞങ്ങളെ ഈ വീട് മാറുന്ന കാര്യം അങ്ങ് ആലോചിക്കായിരുന്നു. ഈ വീടിന് അത്ര വലിയ സൗകര്യമൊന്നും ഇല്ലാന്നേ. ഇച്ചാനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാ. ഇച്ചാന് വീടാണോ ഇഷ്ടപ്പെട്ടതിന്റെ വേറെ പലതും ആണോന്ന് എനിക്കറിയാൻ പാടില്ല. ഏതായാലും എനിക്ക് തീരെ പിടിച്ചിട്ട്. എന്റെ സുമിത്രേ, വീട്ടിൽ പെരുമാറുന്ന നമ്മളല്ലേ. അപ്പൊ നമ്മുടെ ഇഷ്ടം നോക്കിയല്ലേ വീട് എടുക്കേണ്ടത്. എന്തായാലും ഈ വീട് മാറുന്ന കാര്യം ഞാൻ അങ്ങ് തീരുമാനിച്ചു. ഇതിന്ന് ഞാൻ പിന്മാറുന്ന പ്രശ്നമില്ല. പിന്നെ വേറെന്തുണ്ട്? സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. പവിത്രന്റെ അമ്മച്ചി എന്തെടുക്കുന്നു? കുഴപ്പമൊന്നുമില്ല. തിരക്കിയെന്ന് പറയണേ. ഒരു ദിവസം രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് ഇറങ്ങ്. അപ്പൊ ശരിയേ, പവിത്രനോട് പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. പറയാം ചേച്ചി. ശരി എന്നാ. വീടുമായിട്ടേ പവിത്രൻ ഇപ്പൊ പറന്നു വരും. വീടുമായിട്ട് പറന്നു വരാൻ അവൻ ഹനുമാനാ. അവൻ ഹനുമാനല്ല, പവിത്രനാ. അതാ നല്ലത്. പവിത്രേട്ടാ, ഞാൻ ഈ കാര്യം അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. നമുക്ക് ഈ വീടൊന്നും മാറിയാലോ? കുറച്ചും കൂടി സൗകര്യമുള്ള ഒരു വീട് നോക്കിയാലോ? അല്ല, ഈ വീടിന് അത്ര സൗകര്യം ഇല്ലല്ലോ. കുറച്ചും കൂടി സൗകര്യമുള്ള ഒരു വീട് നോക്കിയാലോ? പിന്നെ ഇപ്പൊ ഈ വീട് മാറാൻ എത്ര കാര്യം? ഈ വീട്ടിൽ എന്തോ ഇരിക്കുന്നതല്ലെങ്കിൽ തന്നെ എന്റെ പവിത്രേട്ട, ഈ വീട്ടിൽ ഒരു സൗകര്യം ഇല്ല. ഒന്ന് ബസ് സ്റ്റോപ്പ് വരെ പോകണമെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ നടക്കണം. എനിക്കൊന്നും വയ്യ ഇപ്പൊ ഒരു വരെ ഇറങ്ങി നടക്കാൻ. നമുക്ക് വേറെ വീട് നോക്കേട്ടാ. അല്ല നീ ഇതിന് പുറത്തോട്ട് പോണോ ഇപ്പൊ? അല്ല, എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്ന് നമ്മൾ പുറത്തോട്ട് പോവുമല്ലോ. എന്റെ സുമിത്ര, നീ മാസത്തിൽ 1-2 പ്രാവശ്യം നീ വെളിയിൽ പോണുള്ളൂ. അതിന്റെ പേരിൽ ഒരു 1/2 കിലോമീറ്റർ നടന്നെന്ന് പറഞ്ഞു ഇവിടെ ഭൂമിയിലേക്കൊന്നും ഉണ്ടാകാൻ പോകണമെന്നില്ല. ഇനി അഥവാ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയേണ്ട സ്കൂട്ടർ ഉണ്ട്, ഞാൻ സ്കൂട്ടറിൽ കൊണ്ടാക്കി തരാം. എന്തിനാ പവിത്രേട്ട ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഇതൊരു വാടക വീടല്ലേ. നമുക്ക് കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു വാടക വീട് നോക്കിയാ പോരെ? എന്റെ പൊന്നടി, നീ ഒരു കാര്യം മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം, എന്റെ കയ്യിലുള്ള പൈസയ്ക്ക് ഇത്രയും സൗകര്യമുള്ള വീട് ഇനി വേറെ കിട്ടാനില്ല. ഇന്ന് രാവിലെ മുതൽ വളരെ സമാധാനത്തോടു കൂടി ഞാൻ ഇവിടെ ഇരിക്കുക. നീ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ നിൽക്കാതെ പോ. ഒത്തോടക്കാനും പോ. അപ്പൊ ഞാൻ പറയുന്നതിനൊരു വിലയില്ലേ? ഇനി വാടകയാ പ്രശ്നമെങ്കിൽ അത് ഞാൻ സോൾവ് ചെയ്തോളാം. നമുക്ക് നല്ല സൗകര്യമുള്ളൊരു വീട് നോക്കാം. ഇവിടെ കൊടുക്കുന്ന വാടകയിൽ കൂടുതൽ വരുന്നത് ഞാൻ തരാം. തീരുമല്ലോ പ്രശ്നം. തീർന്നില്ല. ദൈവമേ, വേണ്ട വന്ന് നിൽക്കുന്നു. ദൈവം വരുന്നു. അങ്ങനെ താമസം മാറാനൊന്നും പറ്റിയൊന്നുമില്ല. നിന്റെ മുഷ്ക് നിന്റെ കയ്യിലിരിക്കട്ടെ. ഇവിടെ ഇറക്കണ്ട. ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്ന 5-6 കൊല്ലമായി. ഇനി മരിക്കോളം ഇവിടെ തന്നെയാണ്. അതിനൊക്കെ ഒരുപാട് സമയം എടുക്കില്ലേ അമ്മച്ചി? എനിക്ക് വീട് മാറിയേ പറ്റുള്ളൂ പവിത്രേട്ടാ. മാറിക്കോ. ആര് പറഞ്ഞു മാറണ്ടെന്ന്? നീ നിന്റെ പെട്ടിയും കിടക്കെ എടുത്തിറങ്ങിക്കോ. പക്ഷെ എന്റെ മോനും ഞാനും വരൂല. എന്റെ മോനോ? ഈ എന്റെ മോനെന്ന് പറയുന്നതേ ഇപ്പൊ എന്റെ കെട്ടിയവനും കൂടാ. ഇങ്ങനെ എവിടെ താമസിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്തായാലും ശരി, ഈ വീട് മാറിയേ പറ്റൂ. പവിത്ര, ഇപ്പൊ ഈ വീടിന് ചന്തയില്ല. കുറച്ച് കഴിയുമ്പോ എനിക്ക് ചന്ത തരുന്നോ? നീ എന്നാ ചെയ്യൂടെ പവിത്ര? നിർത്ത്. ഇത്ര നേരം രണ്ടും കൂടെ വഴക്കുണ്ടാക്കാതിരിക്കുന്നുണ്ടപ്പോ ഞാൻ ഓർത്ത് സ്നേഹം കൊണ്ടായിരിക്കുന്നു. സത്യം പറഞ്ഞാൽ നമുക്കൊരു വിഷയം അങ്ങോട്ട് കിട്ടുന്നില്ല വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? ഞാനൊരു കാര്യം പറയാം, വഴക്കം വേണം ഉണ്ടാക്കാനാണോ അപ്പുറത്തോട്ട് അങ്ങനെ പോകണം. ബാക്കിയുള്ളൂ ചില സമാധാനം വേണം. അപ്പൊ എന്റെ വാക്കിന്റെ ഒരു വിലയില്ലേ? ഇല്ല, വിലയില്ല. തമ്പുരാട്ടിക്ക് ബസ് സ്റ്റോപ്പിലോട്ട് നടക്കാൻ പറ്റില്ലെന്ന്. നീ ഒരു കാര്യം ചെയ്യടാ. നീ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് ഒരു മുറി എടുത്ത് കൊടുക്ക. അവക്ക് മുറി ഇറങ്ങുമ്പോ തന്നെ ബസ്സിലോട്ട് കയറാല്ല. അമ്മയാണെന്ന് കരുതി ക്ഷമിക്കുമ്പോ എന്റെ നെഞ്ചത്ത് കയറാൻ വന്നോണ്ടല്ലോ. കേറോടി ഞാൻ. വന്നിട്ട് 2 ആഴ്ച അതിനു മുമ്പ് തുടങ്ങി നോക്കണം പരിഷ്കാരം. അത് ശരി. എന്നാ രണ്ടിലും നടന്നിട്ട് തന്നെ ബാക്കി കാര്യം. അവിടെ ഇരിക്കണം. പവിത്രേട്ടൻ എങ്ങോട്ട് പോയി?
ആ, അലിസ പവിത്ര. ഡോക്ടർ അല്ലേ അത്? ഇച്ചാനകത്തുണ്ട്. അതിനു മുമ്പ് പവിത്രം പറഞ്ഞേ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അത് ഞാൻ പറയാം, അത് വിട്. ഡോക്ടറെ ഒന്ന് വിളിച്ചു, എനിക്ക് ഡോക്ടറിനെ ആലീസിനെ നിർത്തി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഇച്ചായ, പവിത്ര വന്നേക്കുന്നു. ആ പവിത്ര, എത്രയും പെട്ടെന്ന് ഒരു വീട് കിട്ടണം. ഇനി ഈ വീട്ടിൽ താമസിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അതിന് എത്ര രൂപ വാടകയാണെങ്കിലും ഇച്ചായൻ തന്നില്ലെങ്കിൽ ഈ ആലീസ് തരും. അത് മനസ്സിലിട്ടോണം. തെക്കൻകാട്ടിൽ 10 ദിവസമാണല്ലോ ഇത്രയും നാൾ വാടക കൊടുത്തോണ്ടിരിക്കണം. ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് വെറുതെ പവിത്രം നടക്കുന്നത്. അത് നടക്കത്തില്ല, വീട് മാറുന്നില്ല. പവിത്രം വേറെ പണി നോക്ക്. കണ്ട പവിത്ര, ഇച്ചായൻ വേറെ ഏതെങ്കിലും കാര്യത്തിൽ ഇതുപോലെ വാശി പിടിക്കുന്നത് പവിത്രം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാനും ഇച്ചായനും തമ്മിൽ പല പ്രാവശ്യം പല കാര്യത്തിനും വഴക്കടിക്കാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് തീരും. അതാണ് പതിവ്. അതങ്ങ് തീരുന്നതല്ല, ഞാൻ തീർക്കുന്നതാ കുടുംബ സമാധാനത്തിന് വേണ്ടി. ഇനി ഞാൻ വിട്ടുകൊടുത്തോണ്ടല്ലോ അവളൊരു ശീലമാക്കും. അതുകൊണ്ട് വാടകയ്ക്ക് പോക്ക് നടക്കത്തില്ല വേറെ. പവിത്ര, ഇത് സ്വന്തം വീടൊന്നും അല്ലല്ലോ, വാടക വീടല്ലേ. വാടക വീട്ടിൽ താമസിക്കുമ്പോ ഇവിടെ തന്നെ താമസിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഓരോരുത്തരുടെ വർത്താനം കേട്ടാ തോന്നും സ്വന്തം വീട് വിൽക്കാൻ നടക്കുന്ന പോലെ. അല്ലേ തന്നെ പവിത്രം ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ വീടും മൃഗാശുപത്രിയും തമ്മിൽ എത്ര കിലോമീറ്റർ ഉണ്ട്? ഈ ഇത്രയും കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ച് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നെ ഈ വീടിനാണെങ്കിൽ പറയത്തക്ക വലിയ സൗകര്യമില്ല. ഹിച്ചായം വാശി പിടിക്കുന്നതിനെ ഒരൊറ്റ കാര്യമുള്ളൂ. എന്താ കാരണം? അതെന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. പറയടി, അതായിട്ട് ഇനി പറയാതിരിക്കുന്ന പറ. അത് വിട്. എന്തോന്ന് അത് വിട്? എന്തിന്? പവിത്ര, വീടിന്റെ കാര്യം അന്വേഷിച്ചായിരുന്നു പവിത്ര? എല്ലാം ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് ആലീസിനോട് വലിയ ഒരു നന്ദി പറയാനുണ്ട്. എന്നോടാ? ആ, അത് ഡോക്ടറും കൂടെ കേൾക്കണമെന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ ഡോക്ടറിനെയും കൂടെ വിളിപ്പിച്ചത്. അത് നന്നായി, പറഞ്ഞോ. ഇന്ന് രാവിലെ 6 മണി മുതൽ പതിവില്ലാതെ എൻ്റെ വീട്ടിൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷം നിലനിൽക്കുകയായിരുന്നു. സാധാരണ ഒരു അരമണിക്കൂറിൽ കൂടുതൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷം നിലനിൽക്കാത്തതാണ്. പക്ഷേ എന്താണെന്നറിയില്ല, എൻ്റെ അമ്മയും സുമിത്രയും തമ്മിൽ ബഹളവും ഒച്ചപ്പാടും ഒന്നും ഇല്ലെന്ന് മാത്രമല്ല, അവർ രണ്ടുപേരും വളരെ സ്നേഹത്തില്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഈ സമാധാന അന്തരീക്ഷത്തിൽ നിന്നും ഞാനൊരു ചായ കുടിച്ചു ഗ്ലാസ് അങ്ങ് വെക്കുകയും ആലീസിൻ്റെ ഫോൺ വന്നു. ഫോൺ വിളിച്ച ഉടനെ ഈ വാടക വീടിനെ കുറിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു അത് ശരിയാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വരാമെന്ന്. അപ്പൊ ആലീസിന് ഒരു ചെറിയൊരു ആഗ്രഹം, സുമിത്രയോട് സംസാരിക്കണമെന്ന്. ചെറിയൊരു ആഗ്രഹമല്ലേ എന്ന് ഓർത്ത് ഞാൻ സുമിത്രയ്ക്ക് ഫോൺ കൊടുത്തു. ഫോൺ കൊടുത്ത പാടെ ഈ വാടക വീടിന്റെ കാര്യം ആലീസ് സുമിത്രയോട് പറഞ്ഞു. പിന്നെ എല്ലാം ശരവേഗത്തിലായിരുന്നു. സമാധാന അന്തരീക്ഷം നിലനിന്നിരുന്ന എൻ്റെ വീട് നിമിഷ നേരം കൊണ്ട് പൊട്ടി തകർന്ന് തരിപ്പണമായി. പിന്നെ അമ്മയും സുമിത്രയും ഉക്രൈനും റഷ്യയും പോലെയായി. വെല്ലുവിളി, മുദ്രാവാക്യം, ചീത്തവിളി, അടി, ബഹളം. നിമിഷ നേരം കൊണ്ട് ആ വീട്ടിൽ യുദ്ധം പൊട്ടി പുറപ്പെട്ടു. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോരുമ്പോൾ അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. തിരിച്ച് വീട്ടിലോട്ട് എല്ലാ നേരത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് ജീവൻ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. വളരെ സമാധാനത്തോട് പോയിരുന്ന എൻ്റെ ജീവിതം ഈ രീതിയിലാക്കി തന്നതിന് ആലീസിനോട് 1000 നന്ദിയുണ്ട്, 1000. അതിനൊരു വാടക വീടിന്റെ കാര്യം പറഞ്ഞ് എന്തിനാ എത്ര വഴക്കടിക്കുന്നത്? എന്തായാലും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പിന്നെ ആലീസ് എന്നോട് പറഞ്ഞ കേസ് അത് അന്വേഷിച്ച് വേണ്ടത്ര വിവരങ്ങൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. അത് പറയുന്നതിന് മുമ്പ് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണം. ഭാഗത്ത് കയറിയിരിക്കും, വെള്ളം എടുക്കാം. നടക്കാത്ത കാര്യം പറയാൻ വേണ്ടി എന്തിനാണ് വെള്ളം കുടിക്കണ പവിത്ര? എൻ്റെ ഡോക്ടർ ധൈര്യമായിട്ടിരിക്കേ. ഞാനല്ലേ ഇവിടെ ഉള്ളത്. സ്വന്തം കുടുംബത്തിലെ പ്രശ്നം തീർക്കാൻ പറ്റുന്നില്ല, പിന്നെ ഇതാ എങ്ങനെ തീർക്കാനാ? ഡോക്ടറിന് പവിത്രനെ അറിയാൻ പാടില്ലാത്തോണ്ടാ. എൻ്റെ സാറേ, എൻ്റെ അമ്മയുടെയും സുമിത്രയുടെയും കാര്യം ഒഴിച്ച് ഈ ഭൂമിയിലുള്ള സകല കേസും ഞാൻ പരിഹരിക്കും. സാറ് ധൈര്യമായിട്ടിരിക്കും. പെട്ടെന്ന് വെള്ളം കുടിച്ചിട്ട് കാര്യം പറ. എത്ര വീട് കണ്ടു? എൻ്റെ അറിവിൽ ഈ പഞ്ചായത്തിലൊരു 4 വീട് വാടക കിടപ്പുണ്ട്. ഒരെണ്ണം നമ്മുടെ മൃഗാശുപത്രിയുടെ അടുത്താ. ഡോക്ടർക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അത് കൊള്ളാലോ. വീട് എങ്ങനെയുണ്ട്? വീടെന്ന് പറഞ്ഞാൽ 2 നില വീടാ. താഴെ ഹൗസ് ഓണറാണ് താമസിക്കുന്നത്, മേളത്തെ നിലയാണ് വാടകയ്ക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്നത്. 8000 രൂപയാവും വാടക. ഈ ഹൗസ് ഓണർ എന്ന് പറഞ്ഞാ? ആ വീട് ഉണ്ടാക്കിയ പുള്ളിക്കാരൻ. ഞങ്ങളുടെ അവിടെയൊക്കെ അതിനെ ഹൗസ് ഓണർ എന്ന് പറയുന്നത്. അതല്ല, നാളെ എങ്ങനെയാന്ന് നിങ്ങൾ ഈ പറയുന്ന ഹൗസ് ഓണർ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഒരു 60 വയസ്സുണ്ട്. പിന്നെ പുള്ളിയുടെ ഭാര്യയ്ക്ക് ഒരു 58 വയസ്സ് വരും. ഒരു സർക്കാർ ഓഫീസിലൊക്കെ ആയിരുന്നു ജോലി, അങ്ങനെ റിട്ടയർഡ് ആയിട്ട് നിൽക്കുക. പിന്നെ പോയിട്ടെന്ന് പറഞ്ഞാൽ അവർക്കൊരു മകളുണ്ട്. മകളെ കെട്ടിച്ചു. ഭർത്താവ് ദുബായ്ക്കാരനാണ്. ദുബായിലാണോ? പുള്ളി ദുബായിലാണെങ്കിലും മകള് വീട്ടിൽ തന്നെയാണ്.
കാണാൻ സുന്ദരി 10-32 വയസ്സ് കാണും. ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ കാണും. ആ വീട് നമുക്ക് വേണ്ട. ആ വീട് നമുക്ക് വേണ്ട. അതിനാ വീട് കാരണം മേളിലല്ലേ, ഈ മേളിലത്തെ നിലയാകുമ്പോഴത്തേക്ക് നമ്മൾ കയറി ഇറങ്ങി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. അതുകൊണ്ട് അത് വേണ്ട, വേറെ വീട്. ശ്ശോ. വേറെ വീടെന്ന് പറയാൻ നേരത്ത് നമ്മുടെ പാപ്പച്ചൻ ചേട്ടൻ്റെ ചായക്കടർ അവിടെ ഒരു വീട് കിടക്കുന്നുണ്ട്. അത് നല്ല സുന്ദരം വീടാ. പക്ഷെ 10,000 രൂപ അവർ റെന്റ് ചോദിക്കുന്നു. അത് സാരമില്ല, വീടിന്റെ ചുറ്റുപാടൊക്കെ പറ. ആ ചുറ്റുപാടൊക്കെ നല്ല ആൾക്കാർ താമസിക്കുന്ന. ആണോ? പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ആലീസിന് പറ്റിയ കമ്പനിക്കാരൊക്കെ കാണും. ആഹാ. ഒന്ന് നമ്മുടെ അംഗൻവാടിയിലെ ടീച്ചറാ. ഒരു 30 വയസ്സ് വരും. ഭർത്താവുമായിട്ട് എന്തോ പെണ്ണിങ്ങിട്ട് 2 മക്കളുമായിട്ട് അവിടെ താമസിക്കുക. അത് വേണ്ട, അത് വേണ്ട, വേറെ വീട് പറ. ഇനി വേറെന്ന് പറഞ്ഞാൽ നമ്മുടെ താലൂക്ക് ഓഫീസിലെ ക്ലർക്ക് സുകുമാരചാന്റെ വീടുണ്ട്. ഭാര്യയും 3 പെമ്മക്കളും ഉണ്ട്. 3 പെൺമക്കളെന്ന് പറഞ്ഞാ? പെമ്മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്ത ആൾക്ക് 24 വയസ്സുണ്ട്. അതിന്റെ കല്യാണാലോചനൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ പോയിട്ട് രണ്ടാമത്തേന് 22 വയസ്സ്, മൂന്നാമത്തേന് 20 വയസ്സ്. അത് വേണ്ട പവിത്ര, അത് ശരിയാവത്തില്ല. വേറെ വീടുണ്ടാ? ഈ പെണ്ണുങ്ങളൊന്നും പരിസരത്തൊന്നും ഇല്ലാത്ത ഏതെങ്കിലും വീടുണ്ടോ? അങ്ങനെ ഒരു വീടുണ്ട്. പറ. കളപ്പുരയ്ക്കിലെ രാജൻചേട്ടന്റെ വീട്. അവിടെ പെണ്ണുങ്ങളും നല്ല ആണുങ്ങൾ പോലും ആ വീടിന്റെ പരിസരത്ത് പോലും ഇല്ല. മതി, ആ വീട് മതി നമുക്ക്. അത് കുഴപ്പമില്ല. പക്ഷെ പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഇതിനു മുമ്പ് ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന പുള്ളിക്കാരൻ ആ പുള്ളിയുടെ ഭാര്യയും 2 മക്കളെയും വെട്ടിക്കൊന്നേച്ച് ആ വീട്ടിൽ കയറി തൂങ്ങിച്ചത്ത. അതിനുശേഷം ആ വീട് വേറെ ആരും വാടക എടുത്തിട്ടില്ല. അയ്യോ, അതെങ്ങനെ ശരിയാവും? അത് വേണ്ട, 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 വേണ്ട. വേറെ വീട്. വേറെ ഇനി ഒരു വീടും കൂടെ ഉണ്ട്. ആ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗാശുപത്രിയുടെ അവിടെ നിന്ന് 10 കിലോമീറ്റർ അപ്പുറത്താണ്. ഇവിടുത്തെ 2 ഉള്ളൂ. എന്തുവാണ് പവിത്ര, ഇതൊക്കെ എങ്ങനെ ശരിയാവും? ഇതാണ് പറഞ്ഞ പവിത്ര നീട്ടി പിടിച്ചൊരു ലിസ്റ്റുമായിട്ട് വന്നിട്ടുണ്ടെന്ന്. ചേടാ എന്റെ പൊന്നെ, ഈ പഞ്ചായത്തിൽ ഇത്രയും വീടുകളേ ഉള്ളൂ. അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് എന്നാ കാര്യം? സാറേ, എന്തായി പവിത്ര? ഞാനുള്ള വീടിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ആലീസിനാണ് ഒന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. ആലീസിന്റെ ഡിമാൻഡിനനുസരിച്ച് നിനക്ക് വീട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. വെറുതെ മെനക്കെടണ്ട. ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. പിന്നെ നോക്കുകയാണെങ്കിൽ വല്ല ഹിമാലയത്തിൽ നോക്കേണ്ടി വരും. അവിടെ പിന്നെ മൃഗാശുപത്രി ഇല്ലല്ലോ. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി ആലീസ് വല്ല ബ്രോക്കർമാരുടെ പുറകേതെ പോകാതെ സൂക്ഷിച്ചോണം. കാരണം ഒരുപാട് വീടുകൾ കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അത് ഞാൻ നോക്കിയോളാം. അമ്മച്ചി എന്റെ എടുക്കുവാ. നിന്റെ കണ്ണിൽ കുരുവാണോ? ഞാൻ തുണി പിടിക്കണ കാണാമ്പല്ലേ? എന്താ ഒരു കള്ള ലക്ഷണം? അയ്യേ, കള്ള ലക്ഷണമൊന്നുമില്ല. ഞാൻ ആലോചിക്കായിരുന്നു അമ്മച്ചി, ഞാൻ എന്ത് എടുത്തുചാട്ടക്കാരിയല്ലേ? അത് ഇപ്പോഴാണ് നിനക്ക് മനസ്സിലായ? നീ കൂടും കുടുക്കൊക്കെ ഇട്ടൊന്ന് വീട്ടിൽ നിന്ന് ആടിയപ്പോഴേ എനിക്ക് മനസ്സിലായി നീ എന്തെടുത്ത് കാട്ടിയ കഴിയാണ്. അമ്മച്ചിയുടെ ഒരു തമാശക്കാരി അമ്മച്ചി. വിളച്ചെടുക്കല്ലേ, എന്താ പറയാമെന്ന് വെച്ചാ പറ. അല്ല അമ്മച്ചി, നമ്മളെ രാവിലെ ഈ വീട് മാറുന്ന കാര്യം പറഞ്ഞില്ലേ? പിന്നെ ആലോചിച്ചപ്പോ അത് വേണ്ടാന്ന് വെച്ചു. അല്ല, വേണമെന്ന് വെച്ചാലും നടക്കൂല. അല്ല, ശരിക്കും ഞാനൊന്ന് ആലോചിച്ചപ്പോഴേ അമ്മച്ചിയുടെ ഇഷ്ടത്തിന് എതിരെ നിൽക്കുന്നത് ശരിയാണോ? അമ്മച്ചിക്ക് എത്ര കാലം ഇവിടെ താമസിക്കണം അത്രയും കാലം അമ്മച്ചി ഇവിടെ താമസിച്ചോ. ഇനി ഇപ്പൊ അമ്മച്ചി മാറണമെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം അമ്മച്ചി. അയ്യോ, പവിത്രേട്ടൻ വന്നു. ഞാൻ പോയിട്ട് നമ്മൾ ഇവിടെ തന്നെയാ താമസിക്കുന്നതെന്ന് പറയട്ടെ. അത് കേൾക്കുമ്പോ പവിത്രേട്ടന് ഒത്തിരി സന്തോഷമാവും. അയ്യോ, എന്തൊരു കാടാ ഇവിടൊക്കെ. ഇതിനകത്ത് പാമ്പുണ്ടാവും അമ്മച്ചി? പാമ്പൊക്കെ അവിടെ ഇരുന്നോട്ടെ. നീ കഷ്ടപ്പെട്ട് അതിന് ചോറും കറിയൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. ചെല്ലി. ആ പവിത്രേട്ടാ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. രണ്ടും കള്ളത്തരം ഉണ്ടല്ലോ. പവിത്രേട്ടാ, നീ പോയിച്ചിട്ട് വെള്ളം എടുത്തു വന്ന എന്നെ ചൂടാ. വെള്ളമൊക്കെ എടുത്തോണ്ട് വരാം. പോയ കാര്യം എന്തേ അത് പറ. ഏത് കാര്യം? അല്ല, ആലീസ് ചേച്ചിക്ക് വീട് നോക്കണമെന്ന് പറഞ്ഞ കാര്യം. ഇനി അതൊന്നും നടപടിയുള്ള കാര്യമൊന്നുമല്ല. നീ പിന്നെ ഈ ലോകത്തുള്ള വീടിന്റെ ലിസ്റ്റ് മുഴുവൻ ഞാൻ അവർക്ക് കൊടുത്തു. അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങോട്ട്. ആണോ? അല്ല, ഇപ്പൊ ശരിക്കും പ്രശ്നം എന്താ? ഇനിയിപ്പൊ ഇവര് ഈ വീട് മാറാൻ വേണ്ടിട്ട് ഓരോ കാരണങ്ങൾ പറയുന്നില്ലേ? ഇതിനേക്കാൾ മോശമാണെങ്കിലോ ചെന്ന് കയറാൻ പോകുന്ന പുതിയ വീട്ടില് ശരിക്കും എന്താ പവിത്രേട്ടാ പ്രശ്നം? ഒരു പ്രശ്നമില്ല. നീ ഇച്ചിരി വെള്ളം എടുത്തോണ്ടോ കുടിക്കാൻ? വെള്ളമൊക്കെ എടുത്തോണ്ട് വരാൻ പവിത്രേട്ടാ. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. എന്നാ വേണം? ഞാനേ രാവിലെ ഈ വീട് മാറുന്ന കാര്യം പറഞ്ഞില്ലേ? എന്നാ നമുക്കിപ്പോ ഉടനെ ഒന്നും ഈ വീട് മാറണ്ട. ഓഹോ, ഇപ്പൊ എന്നാ തോന്നി? ഇപ്പൊ ഇങ്ങനെ ഒരു നല്ല ബുദ്ധി തോന്നാൻ വേണ്ടിട്ട്? നല്ല ബുദ്ധി തോന്നിയതൊന്നുമല്ല. ആ കൈ നോക്കി ബലം പറയുന്ന ശങ്കരൻ ചേട്ടനില്ലേ, പുള്ളിക്കാരൻ പറഞ്ഞു ഉടനെ ഒന്നും ഈ വീട് മാറണ്ടാന്ന്. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാളൂ, പ്രത്യേകിച്ച് അമ്മ അറിയരുത്. എന്നാ കാര്യം എന്നാ? അമ്മയ്ക്ക് അടുത്ത കാലത്തെങ്ങാനും എന്തെങ്കിലും അപകടം പറ്റിയായിരുന്നു? പറ്റിയായിരുന്നു. എന്ത്? നീ ഈ വീട്ടിലോട്ട് വന്ന് കയറിയതാണ് അമ്മയ്ക്ക് പറ്റാവുന്നതിലെ ഏറ്റവും വലിയ അപകടം. എന്റെ പവിത്രേട്ട അതല്ല, ഞാൻ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും അപകടം പറ്റുമെന്ന്. നീ എന്നാ കാര്യം എന്നാ വെച്ചാ പറ. ശങ്കരേട്ടൻ പറഞ്ഞേ ഈ വീട് അമ്മയ്ക്ക് രാശിയല്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും അമ്മയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന്. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ?
ശരിയാണല്ലോ. പറ്റിയോ? 2 മാസം മുമ്പ് ഈ അമ്മച്ചി കാല് തെറ്റിയൊന്ന് വീണായിരുന്നു. ഒരാഴ്ച കിടപ്പിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ ഓട് പൊട്ടി അമ്മച്ചിയുടെ തലേ വീണ്. ഒരു 5-6 സ്റ്റിച്ചും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം കഞ്ഞി വാർത്തോണ്ടിരുന്നപ്പോൾ കയ്യിൽ നിന്ന് പാത്രം പോയിട്ട് നിലത്ത് വീണിട്ട് അമ്മയുടെ കാലെല്ലാം പൊള്ളി. ഓ അത് ശരി. അപ്പൊ ശങ്കരേട്ടൻ പറഞ്ഞത് സത്യവാ. ഈ വീട് അമ്മയും കൊണ്ടേ പോവും. നീ എന്നാ ഈ പറയുന്നു? ഇതുവരെ പറഞ്ഞത് ശരിയല്ലേ? ഇനി വരാൻ പോകുന്നതേ പാമ്പാണെന്നാ പറഞ്ഞത്. പാമ്പ് കടിക്കുന്നതേ ഓടി വീഴുന്നത് പോലൊന്നും അല്ല. സംഗതി ക്ലോസ്. ഇങ്ങനൊരവസരം മുമ്പിലുള്ളപ്പം ഞാനായിട്ട് ഈ വീട് മാറാൻ സമ്മതിക്കുവോ? അത് മണ്ടത്തിലായി പോവില്ലേ? എന്തായാലും പാമ്പ് വരട്ടെ. അതുവരെ നമുക്ക് ഈ വീട്ടിൽ തന്നെ കഴിയാം. ഞാൻ പോയി പവിത്രത്തിന് വെള്ളം എടുത്തോണ്ട് വരാം. പിന്നെ എന്ന് പറഞ്ഞാൽ ശങ്കരൻ ചേട്ടനല്ലേ ഇവിടുത്തെ കാര്യം നോക്കുന്നത്? ചേന വരുമെന്ന്. എന്നാ രാവിലെ മുതൽ ഞാൻ ആലോചിക്കുമായിരുന്നു. സുമിത്ര പറഞ്ഞതിലും കാര്യമുണ്ട്. നമുക്ക് ഇത്തിരി സൗകര്യമുള്ള വീട്ടോട്ട് മാറാടാ പവിത്ര. എന്റെ അമ്മയ്ക്കും തുടങ്ങിയ അസുഖം. അസുഖമല്ല, എത്ര നാളായി നമ്മ ഈ വീട്ടിൽ താമസിക്കുന്നത്. മടുത്തു. ഈ ഒരു സൗകര്യമുള്ളൊരു വീട് നോക്ക്, നമുക്ക് അങ്ങോട്ട് മാറാം. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അമ്മ വേറെ വല്ല കാര്യം ഉണ്ടെന്ന് നോക്ക് പറപ്പോ. ഓ പെറ്റകളൊക്കെ ഒരു അപകടം വരാൻ പോണെന്ന് പറഞ്ഞിട്ട് അതിനൊരു പരിഹാരം കാണാത്ത നീ എന്ത് മോനാടാ? ആ പാമ്പങ്ങാനും വന്ന് എന്നെ കടിച്ച് ചത്തു കഴിഞ്ഞാലേ നിനക്കൊക്കെ കൂടി സൗകര്യമായിട്ട് ജീവിക്കല്ല. അത് ഞാൻ സമ്മതിക്കൂലടാ. എനിക്ക് ഇപ്പൊ ഈ വീട് മാറണം. എന്റെ അമ്മച്ചി ഞാൻ പറയുന്ന അമ്മ ഒന്ന് കേക്കമ്മ. നീ ഒന്നും പറയണ്ട, എനിക്ക് ഈ വീട് മാറിയേ പറ്റുള്ളൂ. നിന്റെ കയ്യിൽ കാശില്ലെങ്കിൽ നീ എന്നോട് പറ, ഞാൻ തരാം നിനക്ക് കാശ്. എന്റെ അമ്മച്ചി ആദ്യം ഞാൻ പറയുന്നത് കേക്കമ്മ. നീ ഒന്നും പറയണ്ട. എന്താ അമ്മച്ചി പ്രശ്നം? ഓ ഒന്നും അറിയാത്ത പോലെ വന്നേക്കാണ്. നിന്റെ ആശ നിന്റെ കയ്യിലിരിക്കുള്ളൂ. ഒരു 50 വർഷം കൂടി ജീവിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. അമ്മച്ചി ഒന്ന് മോളങ്ങോട്ട്. എന്താ പവിത്രേട്ടാ ഇത്? അമ്മച്ചിക്ക് എന്ത് പറ്റി? അമ്മച്ചിക്ക് ഇപ്പൊ തന്നെ ഈ വീട് അങ്ങ് മാറണമെന്നാ പറയുന്നത്. ആണോ? അമ്മയുടെ ആഗ്രഹമല്ലേ, അതങ്ങ് സാധിച്ചു കൊടുത്തേക്ക്. നിനക്ക് എന്നാടി? നീ ഈ പറഞ്ഞെല്ലാം ഒളിഞ്ഞു ഒന്ന് കേട്ടിട്ട് കിടന്ന് കാണിക്കുന്ന കാട്ടായല്ലേ ഇതൊക്കെ? പിന്നെ എന്ന് പറഞ്ഞാൽ ശങ്കരൻ ചേട്ടൻ ഓരോ ഭ്രാന്ത് പറയുന്നതിന് അതിന്റെ പുറകെ പോകും പോലും നമ്മള്. ശങ്കരേട്ട ഒന്നും പറഞ്ഞില്ലല്ലോ. ഒക്കെ ഞാൻ കയ്യിൽ നിട്ടല്ലേ. രാവിലെ ഞാൻ വീട് മാറുന്ന കാര്യം പറഞ്ഞപ്പോഴേ അമ്മ എന്താ പറഞ്ഞത്? സമ്മതിച്ചില്ലല്ലോ. ഇപ്പൊ സമ്മതിക്കുകയും ചെയ്തു. ഇനിയിപ്പൊ എന്താ പ്രശ്നം? ഞങ്ങൾ തമ്മിൽ നല്ല യോജിപ്പായി. നമുക്ക് വീട് മാറാൻ പവിത്രേട്ടാ. ഈ നേരായ വഴിക്ക് കാര്യം നടന്നില്ലെങ്കിൽ വളഞ്ഞ വഴിക്ക് നോക്കണമെന്നാ പ്രമാണം.